ഈ നാളുകളിൽ ഇവിടെ വന്ന് അത്ഭുതകരമായി സാക്ഷ്യം വഹിച്ചവരെ ഇതാ അൾത്താരയിലേക്ക് ബഹുമാനപ്പെട്ട റിജു അച്ഛൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താൽ ഇന്ന് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ ഇടവകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏറ്റവും പ്രാർത്ഥനയോടെ അനുസ്മരിച്ച് നന്ദി പറയുകയാണ്. പ്രത്യേകമായ വിധത്തിൽ ഈ ദിവസങ്ങളിൽ കൺവെൻഷൻ നടത്തിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായ വിധത്തിൽ ഇവിടെ നിന്നും കടന്നു വന്നിരിക്കുന്ന ഓരോ കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ നിന്നും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും കുറ്റൂര്, മരുവട്ടിച്ചാല്, കരിങ്കയം, മംഗലം ഡാം, നിർമ്മലപുരം, പാർലിക്കാട്, അതുപോലെ തന്നെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും, കോലഞ്ചേരി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഈ അടുത്ത അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ കൺവെൻഷൻ വേദികളിൽ നിന്ന് ഇവിടെ ഒത്തിരിയേറെ ജനങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. കുറ്റൂര്, കരിങ്കയം, മരുട്ടിച്ചാൽ, നിർമ്മലപുരം, കോലഞ്ചേരി, ചേരുംകുഴി, പുത്തഞ്ചിറ, കൊട്ടേക്കാട്, നീതിപുരം, മറ്റം, ആനത്തടം, പുല്ലൂർ, പാർലിക്കാട് എന്നിവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്ന നിയോഗങ്ങൾ ഞങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന മധ്യസ്ഥ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനാ ശേഖരത്തെ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഇടവയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവാഴ്ച ഈ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്ന 13 ഇടവക ദൈവാലയം നടത്തിയിരിക്കുന്ന ഇടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും, വിവിധങ്ങളായ കുടുംബ സമ്മേളന യൂണിറ്റുകൾ, വിവിധങ്ങളായിരിക്കുന്ന പ്രാർത്ഥനാ സമയങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്വരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ഇതാ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. അതിനുശേഷം കുറച്ചുപേരുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ പറയുന്നില്ല. കുറച്ചുപേരുടെ പേരുകൾ നമ്മളിവിടെ പ്രസിദ്ധപ്പെടുത്തുകയും. പേര് റീന ജോൺസൺ, മേരി ഡേവിസ്, പുതുക്കാട്, ഡേവിസ്, റെലീന പള്ളിക്കുന്ന്, ദേവസി, മിനി ജോയ്സ്, സിന്ധു കുന്നുകുന്നോളം, മീനു അരിപ്പാലം, ഷിജി കോട്ടപ്പടി, ആനിയന മകൻ, ലിസി ഫ്രാൻസിസ് ഇരിഞ്ഞാലക്കുട, പിൻസി ഷൈജു, വിനിത പാലക്കൽ, ലില്ലി ഡേവീസ്, ജോസ് ഗോവ, ടോമി കോലഞ്ചേരി, ആനിയ അൻഡു, സെബി തിരൂർ, ഗൗതം. ഇത്രയും പേരെ എല്ലാവരും കൂടി സാക്ഷ്യം പറയുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാലോ. കുറച്ചു പേരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ആദ്യമായി സാക്ഷ്യം നൽകാനായിട്ട് പോകുന്നത് അലീനയാണ്. സാക്ഷ്യം നൽകാനായിട്ട് വരുന്നത് ഇവിടേക്ക് കടന്നു വരുന്നു. കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അലീന. പ്രിയപ്പെട്ടവരെ, ഓരോ സാക്ഷ്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക. ലോകം മുഴുവനും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കേൾക്കുമ്പോൾ സമയത്ത് ഇപ്രകാരമുള്ള രോഗമുള്ള മക്കൾ സൗഖ്യം പ്രാപിക്കണമെന്നുള്ള അതിശക്തമായിരിക്കുന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. കുറച്ച് സാക്ഷ്യം നൽകുന്നു അലീന. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്റെ മകളുടെ പേരാണ് അലീന ജോൺ. എന്റെ പേര് റീന ജോൺസൺ, വീട് മഴുവഞ്ചേരി. എന്റെ വിവാഹത്തിന് ശേഷം 5 വർഷം ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് 9 വെള്ളിയാഴ്ചകളിൽ ധ്യാനം കൂടുകയും 3-ാമത്തെ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ വിളിച്ചു പറയുകയുണ്ടായി, റീന എന്ന മകൾക്ക് സന്താനഭാഗ്യം നൽകുന്നതായി. അത് ഞാനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. 9 വെള്ളിയാഴ്ചകളിൽ ധ്യാനം മുഴുവനായി പങ്കുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നന്റായി. ഇവിടെ വന്ന് ഗർഭിണികളുടെ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തു. കൂടാതെ ഇവിടുത്തെ നിലവിളിക്കലുള്ള എണ്ണ എന്റെ ഉദരത്തിൽ പുരട്ടിക്കൊണ്ട് ദിവ്യദിന ഔഷധമായ യേശുവെ എന്നിൽ വന്ന് നിറയണമെന്ന് നിത്യവും പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ എല്ലാം ഫലമായി ജെറുസലേം നാഥൻ 2005 ജനുവരി 18 ഞങ്ങൾക്കൊരു മകളെ നൽകി. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. കാരണം എനിക്ക് ഷുഗറും പ്രഷറും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 2.25 വയസ്സ് എൻ്റെ മകൾക്കായപ്പോൾ വീണ്ടും ഒരു മകനെ നൽകി ജെറുസലേം നാഥൻ ഞങ്ങളെ അനുഗ്രഹിച്ചു.
അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇരട്ട മക്കളെ നൽകി ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ എനിക്ക് 4 മക്കളാണുള്ളത്, ഒരു മകളും 3 ആൺകുട്ടികളും. അതിനുശേഷം എൻ്റെ ഇരട്ടകളിൽ ഒരുവനായ മൂത്ത മകനാണ് അലൻ ജോൺ. ഇവന് 1 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ഞാൻ ഡേ കെയറിലാണ് കുട്ടിയെ കൊണ്ടാക്കി ജോലിക്ക് പോകാറ്. ഒരു ദിവസം ചെന്നപ്പോൾ എൻ്റെ മകനെ ഓർമ്മയില്ലാതെ കിടക്കുകയായിരുന്നു. ഞാൻ കുട്ടിയെ എടുത്ത് ഉടനടി ഡിസ്പെൻസറിയിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഗ്ലൂക്കോസ് കയറ്റണം, സെന്റ് ജോസഫ് ചൂണ്ടൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഗ്ലൂക്കോസ് കയറ്റുകയും പുലർച്ചെ 2:00 കുട്ടിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, വേഗം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. ആ സമയത്താണെങ്കിൽ ഇവിടെ എല്ലാ ഹോസ്പിറ്റലിലും നഴ്സുമാർ സമരമായിരുന്നു, ഹോസ്പിറ്റലുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു. ഉടനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. അവിടെ എത്തി ഡോക്ടർമാർ പറഞ്ഞു എന്താ രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ചെറിയൊരു പനിയും കഫകെട്ടും മാത്രമേ മകനുണ്ടായിരുന്നുള്ളൂ, കുട്ടിക്ക് വളരെ സീരിയസ് ആണ്, എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പരമാവധി പരിശ്രമിക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കുട്ടിയെ ICUയിൽ കയറ്റി. ICUയിൽ ഞാൻ തന്നെയാണ് കൂടെ നിന്നിരുന്നത്. അങ്ങനെ ഉച്ചര 11 മണി നവംബർ 16 11 മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്, അമ്മ പുറത്തു പോകണമെന്ന്. ഞാൻ ഡോക്ടറെ കൈപിടിച്ച് പറഞ്ഞു എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ പുറത്തുപോയി. ആ സമയത്ത് എൻ്റെ ഭർത്താവിനോടും എൻ്റെ ബന്ധുക്കളോടും പറഞ്ഞു ഈ കുട്ടിക്ക് വളരെ വഷളായ രീതിയാണ്, വളരെ സീരിയസ് ആണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുട്ടിയുടെ ശ്വാസം നിലച്ചു, ഞങ്ങൾ എങ്ങനെയെങ്കിലും വെന്റിലേറ്ററിൽ കിടത്തുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല എന്ന്. ഉടനടി ഞാൻ എല്ലാവരോടും ചോദിച്ചു എൻ്റെ മകന് ജീവനുണ്ടോ എന്ന്. ആ സമയം എൻ്റെ ഭർത്താവിന്റെ മൂത്ത പെങ്ങൾ പറഞ്ഞു സ്വല്പം ഇടിപ്പുണ്ട് എന്ന്. ആ സമയത്ത് ഞാൻ ജലസനാഥനോട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ICUവിന്റെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഏറ്റവും വലിയ സമയം. എല്ലാവരും സ്തുതിച്ച് ദൈവത്തെ യേശുവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു. ജെറുസലം ദാനകേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ അച്ഛനും ഇവിടുത്തെ എല്ലാവരും കൂടി ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് സ്വല്പം ഇടുപ്പ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, എങ്കിലും കുട്ടി വെന്റിലേറ്ററിൽ കിടത്തണം. അങ്ങനെ ഞാൻ തന്നെ വെന്റിലേറ്ററിൽ കൂടിയിരിക്കുകയാണ് ICUയിൽ. അങ്ങനെ രാത്രി 12 മണി സമയം കുട്ടിയുടെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ വെന്റിലേറ്റർ സ്റ്റോപ്പ് ആവുകയാണ്, വെന്റിലേറ്റർ കേടായി. ഉടനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവിടെ നിന്ന് എങ്ങനെയും അമൃതയിൽ കൊണ്ടുപോകണമെന്ന്. ഞാൻ പറഞ്ഞു ഈ സമയത്ത് കുട്ടി എന്തായാലും അമൃതയിൽ കൊണ്ടുപോയില്ല, എങ്ങനെ രക്ഷിക്കണം. ഉടനെ വേറെ വെന്റിലേറ്റർ കൊണ്ടുവന്ന് വെച്ചു. പിറ്റേ ദിവസം 12 മണിയായപ്പോൾ വീണ്ടും വെന്റിലേറ്റർ നാശമായി. വീണ്ടും അവർ പറഞ്ഞു ഇപ്പൊ തന്നെ അമൃതയിലേക്ക് കൊണ്ടുപോകണം, ഇതാണ് റൈറ്റ് ഡിസിഷൻ എന്ന്. അങ്ങനെ 3ാമത് വെന്റിലേറ്റർ എവിടെ നോക്കി കൊണ്ടുവന്ന് വെച്ചു. കുട്ടിക്ക് നട്ടിൽ നിന്ന് കുത്തിയെടുത്തു, ടെസ്റ്റിന് അയച്ചു. അതിലൊന്നും കുട്ടിയുടെ അസുഖം എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രാത്രി 12 മണിയോടുകൂടി വീണ്ടും വെന്റിലേറ്റർ നാശമായി. അങ്ങനെ 4ാം തവണ പുതിയൊരു വെന്റിലേറ്റർ എവിടെ നിന്നോ സംഘടിപ്പിച്ച് അവർ കൊണ്ടുവന്ന് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി കാലെല്ലാം അടിക്കാൻ തുടങ്ങി. പക്ഷേ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കിടത്തിയപ്പോൾ കുട്ടി പണ്ടത്തെ അവസ്ഥ തന്നെ. അവർ പറഞ്ഞു ഒരു രക്ഷയുമില്ല, ജീവൻ ലഭിക്കുകയാണെങ്കിൽ തന്നെ ഒരു സൈഡ് കുട്ടിക്ക് തളർന്നു പോകുന്നു. ഞാൻ ജെറുസലേംനാഥനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇവിടുത്തെ നിലവിളിക്കൽ വെളിച്ചെണ്ണ കുട്ടിയുടെ ശരീരത്ത് പരറ്റി ദിവ്യവേദന ഔഷധമായ യേശുവേ എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തണമേ, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അങ്ങനെ കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ കിടന്നു. 12ാമത്തെ ദിവസം അത്ഭുതകരമായ ഒരു ചുമയിലൂടെ കുട്ടിയുടെ ശ്വാസതടസ്സം മാറി. ഇപ്പോൾ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. മറ്റേ കുട്ടിയെ പോലെ തന്നെ മിടുക്കനായി ഇവൻ നഴ്സറി പോകുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കാര്യങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വലിയ മഹത്വം വലിയ കൃപയും ഉണ്ടാകട്ടെ. അലൻ ജോൺ അത്ഭുതകരമായി ജീവിക്കാൻ 1 സെക്കൻഡ് ഒരു ചുമയിലൂടെ അത്ഭുതകരമായി സൗഖ്യം കിട്ടിയ അലൻ ജോൺ ആണ് ഇവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ. കാലത്തെ ഈ ലോകത്തെ. വരെ അത്ഭുതകരമായ വിധത്തിൽ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന കർത്താവിന് എത്ര നിസ്സാരമായിരുന്നു. 4 വെന്റിലേറ്ററും പ്രവർത്തിക്കാതിരുന്നത് കൊച്ചുമകന്റെ ഉള്ളിലേക്ക് ഒരു ചുമ കൊടുത്തുകൊണ്ട് അതിലൂടെ ശ്വാസം കൊടുക്കാനുണ്ടായത്. ശ്രദ്ധിക്കണം, അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള പ്രാർത്ഥനയുടെ ശക്തിയും പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ വിശ്വാസ ചൈതന്യം ദൈവത്തിന്റെ കൃപ അവനിലേക്ക് ഒഴുകി അത്ഭുതകരം സൗഖ്യം ലഭിച്ച
അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. രണ്ടാമത് നമ്മൾ സാക്ഷ്യം നൽകുന്നു മേരി ഡേവിസ്. മേരി ഡേവിസ് ആണ് രണ്ടാമത്തെ സാക്ഷ്യം നൽകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഡേവിസ്, ഭാര്യയുടെ പേര് മേരി, സ്ഥലം പുത്തൂര്. 2013 മാർച്ച് മാസത്തിലാണ് ഭാര്യയ്ക്ക് ക്യാൻസർ രോഗമാണെന്ന് ടെസ്റ്റിലൂടെ അറിഞ്ഞത്. 12 ദിവസം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷെ അവിടെ ഒരു മരുന്നും കൊടുത്തിരുന്നില്ല. ഒരു ഉറക്കഗുളിയും വേദനയ്ക്കുള്ള മരുന്ന് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. 12 ദിവസം കഴിയുന്നതിനിടയ്ക്ക് എല്ലാ ദിവസവും ഡോക്ടർ വന്ന് കാണും. അതുപോലെ തന്നെ അവിടുത്തെ പഠിക്കുന്ന പിള്ളേരും വന്ന് വയറ്റിൽ നീര് കുത്തിയെടുത്തുള്ള ഭാഗത്ത് കുറച്ച് വേദന ഉണ്ടായിരുന്നു. അവിടെ ഞെക്കി ഞെക്കി നല്ല വേദന കൂടി തുടങ്ങി. 12 ദിവസം കഴിഞ്ഞിട്ടും ഇവർക്ക് ഈ രോഗം എവിടെ നിന്ന് തുടങ്ങണമെന്ന് കണ്ടെത്തി പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് വേണ്ടാന്ന് വെച്ച് പോകുന്നു. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനോട് കണ്ട് സംസാരിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ദിവ്യവൈദ്യനും ഔഷധമായി യേശുവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, റിപ്പോർട്ടെല്ലാം കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ അമല ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അമല ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്യണം. അത് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രം. ഞങ്ങൾ വ്യാഴാഴ്ചയാണ് പോയത്. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് അവിടെ 16ാമത്തെ നമ്പറാണ് കിട്ടിയത്. ഒരു ദിവസത്തിൽ 15 പേരെ മാത്രമേ നോക്കുള്ളൂ, പെറ്റ് സ്കാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ചൊവ്വാഴ്ചയ്ക്കാണ് പിന്നെ ചാൻസ് കിട്ടിയത്. അടുത്ത ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ചാൻസ് കിട്ടി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഓവറിൽ നിന്നാണ് അതിൻ്റെ തുടക്കം, അതുകൊണ്ട് ഒരു 2 കീമോ ആദ്യം വേണമെന്ന് പറഞ്ഞു. 2 കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 കീമോ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. 6 കീമോ കഴിഞ്ഞപ്പോഴേക്കും ആൾ വല്ലാണ്ട് പരവേശനായി, യാതൊരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത വിധത്തിലായി. അപ്പോൾ ഇത് ഏതാണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് വളരെ ഗൗരവമായ രീതിയിൽ രോഗം മൂർച്ഛിച്ചിരുന്നു. അങ്ങനെ 5 കഴിഞ്ഞ 6ാമത്തെ സ്കീമിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയണു ഓപ്പറേഷൻ വേണ്ടി വരുന്നു. അങ്ങനെ ഞങ്ങൾ 5 ദിവസം താമസിച്ചൊരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് ഞങ്ങൾക്ക് ദൈവം പൂർണ്ണമായി സൗഖ്യം തരുമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട പറ്റില്ല, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഓപ്പറേഷൻ നടത്തി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് ഒരു 6 കീമോണി വേണമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞ വിശ്വാസത്തിൽ ഞങ്ങൾ വേറെ ഒരു മരുന്നില്ലാതെ മടങ്ങി പോന്നപ്പോൾ ഡോക്ടർ കുറച്ച് ചീത്ത പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ തന്നെ പോക്കുപടയ്ക്ക് വരണ്ടെന്നും പറഞ്ഞ് അമലയെന്ന് ഡോക്ടർ നിർബന്ധിച്ച് വിട്ടു. ഞങ്ങൾ പിന്നെ അവിടെ വേറൊരു ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സാറില്ല, നിങ്ങൾ ആദ്യം ഒരു കൊല്ലം ഞങ്ങൾ വരുന്നതെന്നല്ലാതെ കഴിഞ്ഞു. പിന്നെ ധ്യാനവും പ്രാർത്ഥനയും ആയിട്ട് നീങ്ങായിരുന്നു. അങ്ങനെ അവിടുന്ന് ഡോക്ടർ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ സ്കാൻ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് 2 ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ അത്ഭുതമായിട്ടിട്ട് പറയണു ഇത് ശാസ്ത്രം തോറ്റുപോയിരിക്കുന്നു, ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി. ഒരു വിജാതീയനായൊരു ഡോക്ടറായിരുന്നു. അത്രയ്ക്ക് അത്ഭുതപരമായിട്ടുള്ളത് സംഭവിച്ചു. ഇന്ന് യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെന്റോ യാതൊരു തരത്തിലുള്ള മരുന്നില്ലാതെ ഞങ്ങൾ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. ഓവറിയിൽ ക്യാൻസർ എന്ന് പ്രഖ്യാപനം ചെയ്ത വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച മേരി ഡേവിസിന്റെ അത്ഭുതകരമായ സൗഖ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തെ ഈ ലോകത്തെ, കാലത്തെ ഈ ലോകത്തെ. സാക്ഷ്യം നൽകുന്നു ജോസ് സെബാസ്റ്റ്യൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്വസ്ത്രം. എൻ്റെ പേര് ജോസ് സെബാസ്റ്റ്യൻ. ഞാൻ ഗോവയിൽ ബാന്ത എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. 2015 ജനുവരി മാസം 24-ാം തീയതി ഞാൻ ഓടിച്ചിരുന്ന പിക്കപ്പും ബസ്സുമായി കൂട്ടിയിടുകയും എൻ്റെ കാലുകൾക്ക് പരിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അപകടമുണ്ടായെങ്കിലും എന്നെ അവിടുത്തെ മടുകാവിലുള്ള ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയി. അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്ത ശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 6 മണിയായപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തി. 6 മണിയായി അവിടെ ചെന്നപ്പോൾ എൻ്റെ ബന്ധുക്കൾ ആരും ഇല്ല എന്നുള്ളതിനാൽ ഡോക്ടർമാർ എന്നെ നോക്കാൻ ആദ്യം തയ്യാറായില്ല. 7 മണിയായപ്പോഴത്തേക്കും
ഞാൻ താമസിക്കുന്ന ഇടവയിലെ MSc അച്ഛന്മാരും ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം എത്തിയ ശേഷമാണ് എന്നെ അവർ നോക്കാൻ തയ്യാറായത്. എന്നെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടയ്ക്ക് ബോധം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം എന്നെ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ കാലിന് 3 ഒടിവാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ബോധം വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ചോദിച്ചു, എന്നോട് ചോദിച്ചു വേറെ എവിടെയെങ്കിലും വേദന ഉണ്ടോ എന്ന്. അപ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ വയറ്റിനുള്ളിൽ വേദന ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എന്നെ അവർ സ്കാൻ ചെയ്യാനായി കൊണ്ടുപോയി. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിൽ ബ്ലീഡിങ് ഉള്ളതായിട്ട് മനസ്സിലാക്കി. 9 മണിയായപ്പോൾ എന്നെ ഓപ്പറേഷൻ ആദ്യം വയറിൻ്റെ ഓപ്പറേഷൻ ചെയ്യുകയും വയറിൻ്റെ ഓപ്പറേഷൻ തന്നെ 2 മണിയായപ്പോഴാണ് തീർന്നത്. ഓപ്പറേഷൻ അത് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇനി കാല് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് പ്രയോജനമില്ല, കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛന്മാർ എല്ലാം നിർബന്ധിച്ചു, എന്തായാലും ചെയ്തു നോക്ക്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ ചേട്ടൻ വീട്ടിൽ എൻ്റെ വീട് കൂത്താട്ടുകൊടുത്താണെന്ന് എൻ്റെ ചേട്ടൻ അവിടുന്ന് വിളിച്ച് പട്ടത്തച്ഛനോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും അച്ഛന്മാരെല്ലാം പറഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും അവർ എൻ്റെ ഇടതേ കാലിൻ്റെ ഞരമ്പെടുത്ത് വലതേ കാലിൽ വെച്ച് ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. പക്ഷെ അവർ പറഞ്ഞു 3 മണിക്കൂർ സമയത്തിനുള്ളിൽ ബ്ലഡ് ഓടിയില്ലെങ്കിൽ ഒന്നും പിന്നെ ചെയ്യാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം 3 മണിക്കൂറിന് 10 മിനിറ്റ് മുമ്പ് എൻ്റെ കാലിൽ ബ്ലഡ് ഓടുകയും എൻ്റെ കാലുകൾ ചലിക്കുകയും ചെയ്തു. അവിടെ 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ശേഷം എന്നെ പുറത്തിറക്കി. 12ാമത്തെ ദിവസം അവിടുന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. വീണ്ടും എനിക്ക് ഷുഗർ കൂടുവാണ്. ഷുഗർ കൂടി 580 ആയപ്പോൾ അവരെ പറഞ്ഞു അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേരിൽ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്ന വഴിക്ക് നമ്മുടെ ജെറുസലേം മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ എണ്ണ എനിക്ക് തരികയും ചെയ്തു. എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ കാലിൻ്റെ കെട്ടുകൾ അഴിച്ച് നോക്കിയപ്പോഴാണ് അറിയണത് എൻ്റെ കാലിൻ്റെ മസിൽ മുഴുവൻ ഡെഡായിപ്പോയി. അവർ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ എന്തോ മൊത്തം ഇറച്ചികൾ മൊത്തം ഊർന്നു പോരുവാണ്. എൻ്റെ കാലിൻ്റെ മസിൽ ഫുള്ളായിട്ട് എടുത്തു മാറ്റി. കാലിൻ്റെ മസിൽ കംപ്ലീറ്റ് എടുത്തു മാറ്റിയതാണ്. എനിക്ക് ഷുഗർ കൂടുതലായിരുന്നു. എൻ്റെ കാലിനുള്ളിൽ നിന്ന് മുഴുവൻ പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. 12 ദിവസം 13 ദിവസത്തോളം മെഷീൻ വെച്ച് പഴുപ്പ് വലിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും കുറവില്ലാതെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഈ ഷുഗർ കൂടുതലുള്ളതുകൊണ്ട് ഇത് മുകളിലേക്ക് കയറിയ വിഷയമാണ്, അതുകൊണ്ട് കാല് മുറിക്കാതെ പറ്റൂല, കാല് മുറിച്ച് കളയണം എന്ന് പറയും. എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ചേട്ടൻ ഇവിടുന്ന് പട്ടത്തത്തിൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് പറയും. അച്ഛൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണ തന്നിട്ട് പറഞ്ഞു, ഇത് അവനെ കൊണ്ട് കൊടുത്ത് 3 നേരം കൊടുക്ക്, വേറെ 3 തുള്ളി വീതം കൊടുക്കാൻ പറഞ്ഞു. ബുധനാഴ്ച ദിവസം ചൊവ്വാഴ്ച പറഞ്ഞു, ബുധനാഴ്ച ഇവിടുന്ന് എണ്ണ കൊണ്ടുവന്ന് എനിക്ക് തന്ന് 3 തുള്ളി വീതം ചേട്ടൻ എനിക്ക് തന്നു. എനിക്ക് ഉച്ചയായപ്പോൾ എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒഴുകുന്ന പോലെ തോന്നുന്നതായിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പം നിനക്ക് ചേട്ടൻ പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് തോന്നുന്നായിരിക്കും, അത് വേദന കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കാല് മുറിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ദിവസം മുമ്പ് ഇവർ കാൽ ഡ്രസ്സ് ചെയ്യാനായിട്ട് വീണ്ടും വന്ന് അഴിച്ചു നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി പഴുപ്പ് പോലും കാണുന്നില്ല. വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ തൽക്കാലം നമുക്ക് ഓപ്പറേഷൻ മാറ്റിവെക്കാം, ഇത്
കാല് മുറിക്കേണ്ട വരുമോ എന്നറിയില്ല, നമുക്ക് ഒന്നോളം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ മാറി കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു ഡോക്ടർ, എൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട് മടുകാവിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് അവൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒന്ന് കാണാൻ വരികയും അവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇവരെ ട്രീറ്റ്മെൻറ്റ് അത്ര ക്ലിയർ ആണെന്ന് തോന്നണില്ല, നീ നിങ്ങളൊരു കാര്യം വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് ഒന്നോളം മാറ്റ്, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അവിടുന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് 15 ദിവസത്തോളം എനിക്ക് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു മൈക്രോ സർജറി വേണ്ടി വരും, എന്നൊക്കെ എൻ്റെ കാലിൻ്റെ മസിൽ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞേക്കുവാണല്ലോ. അപ്പോൾ എൻ്റെ പുറത്തെ മസിലെടുത്ത് കാലെ വെച്ച് മൈക്രോ സർജറി നടത്തണം എന്ന് പറഞ്ഞു. അപ്പം മൈക്രോ സർജറിക്ക് നോക്കുമ്പോൾ എനിക്ക് ഷുഗർ കൂടുതലാണ്, അതുപോലെ ക്രിയാറ്റിൻ കൂടുതലാണ്. അപ്പോൾ ഒരു വിധത്തിൽ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ വീണ്ടും ഇവിടുന്ന് ചേട്ടായി വന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ ഹോസ്പിറ്റലിൽ വരികയും എൻ്റെ തലയെ കൈപിടിച്ച് പ്രാർത്ഥിച്ച് പേടിക്കണ്ട, എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിറ്റേ ദിവസവും 2 ദിവസം കൊണ്ട് എനിക്ക് ഷുഗറും കുറഞ്ഞു, ക്രിയാറ്റിനും കുറഞ്ഞു. ഞാൻ മൈക്രോ സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു 2.5 ലക്ഷം രൂപ അന്നേരം കെട്ടിവെക്കണം, 5 ലക്ഷം രൂപ അടുത്ത് ചിലവാകും എന്ന് പറഞ്ഞ് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് അവരെ വീണ്ടും അഴിച്ചു നോക്കിയപ്പോൾ പറയുകയാണ്, ഇതിപ്പോൾ മൈക്രോ സർജറിയുടെ ആവശ്യം ഇല്ല, ഗ്രാഫ്റ്റിങ് ചെയ്താൽ ജസ്റ്റ് ഗ്രാഫ്റ്റിങ് ചെയ്താൽ മതി, മസിലെല്ലാം കയറി വന്നിട്ടുണ്ട്, ശകലം മസിൽ കുറവുള്ളത് അത് പിന്നീട് ആയിക്കോളും. അപ്പോൾ എൻ്റെ ഇടത്തെ കാലിൻ്റെ തുടയിൽ നിന്ന് തൊലിയെടുത്ത് അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് ദൈവനെ അനുഗ്രഹിക്കുകയും എൻ്റെ ഒരുവിധം സുഖപ്പെട്ടു. ഇനിയിപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഈ വടികളെല്ലാം ഒഴിവാക്കാമെന്ന് അത് പറഞ്ഞിട്ടുമുണ്ട്. ജോസ് സെബാസ്റ്റ്യൻ ഗോവയിൽ വെച്ച് നടന്ന ഒരു ആക്സിഡന്റിൽ നിന്ന് അത്ഭുതകരമായ വിധത്തിൽ ഡോക്ടർമാരുടെയും വിശ്വാസിയുടെയും പ്രാർത്ഥന ഫലമായിട്ട് ഇന്ന് നടക്കുവാനായിട്ടുള്ള അനുഗ്രഹം കർത്താവ് തന്നിരിക്കുകയാണ്. ആ വടി ഒന്ന് മുകളിലേക്കൊന്ന് ഉയർത്താൻ പറ്റുമെന്ന് നോക്കിയാൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ കരങ്ങൾ ഉയർത്തിയടിച്ച നല്ല ദൈവത്തോട് നന്ദി പറയാം. കാലുകൾക്ക് ബലവും കൈകൾക്ക് ബലവും നൽകിയ ആ നല്ല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇപ്പോൾ ലോകമെമ്പാടും ആക്സിഡന്റ് പെട്ട് വിവിധങ്ങളായ സ്ഥലം കിടക്കുന്ന രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല, കാലത്തെ ഈ ലോകത്തെ, കാലത്തെ ഈ ലോകത്തെ, കാലത്തെ ഈ ലോകത്തെ. ഒരു വാക്കുകൂടി ജോസ് സെബാസ്റ്റ്യൻ പറയാണ്ട് എന്താണ്? ജെറുസലേം മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പട്ടത്തിനും ഇവിടുത്തെ ബാക്കി എല്ലാ വൈദികർക്കും ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കും എൻ്റെ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൈകൾ ഇടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ബിനി ജോൺസൺ. എൻ്റെ പേര് ബിനി ജോയ്സൺ, സ്ഥലം കോനിക്കര. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 2014 ഒക്ടോബർ 26 എൻ്റെ ഭർത്താവിന് ഒരു തലകറക്കം വന്നതാണ്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ CT സ്കാൻ ചെയ്തു. തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി ഒരു ഞരമ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോള് ജെറുസലേം ബൈബിൾ ഗ്രാമത്തിൽ പഠിച്ചിരുന്ന വർഷമാണ്. അപ്പോൾ പട്ടത്തച്ഛനും അവളുടെ ടീച്ചർമാരും നവീൻ ബ്രദറും വന്നു, ഹോസ്പിറ്റലിൽ വന്നു, പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമില്ല, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, പ്രാർത്ഥിച്ചു. നിലവിളക്കിൽ എണ്ണ പട്ടത്തച്ഛൻ തന്നു. 3 നേരം നീ ഇത് പെരട്ട, ദിവ്യവൈദ്യൻ ഔഷധവുമായി ഈശോയെ എന്നിലും എൻ്റെ ഭർത്താവിലും അത് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് പെരട്ടുക, ഒന്നും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടത്തച്ഛൻ പോയി നന്നായി പ്രാർത്ഥിക്കുക, എന്നെ പെരട്ട്, ഒന്നും സംഭവിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് 10:30 ആയപ്പോൾ വീണ്ടും ന്യൂറോ സർജൻ എന്ന് പറഞ്ഞു ICUലേക്ക് മാറ്റുന്നത്. അങ്ങനെ ICUലേക്ക് മാറ്റി. വീണ്ടും ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ICUലേക്ക് മാറ്റിയത്. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടടി, നീ നന്നായി പ്രാർത്ഥിച്ചോ, നീ എണ്ണ പെരട്ടി നീ 3 നേരം പ്രാർത്ഥിക്കും, ഒന്നും സംഭവിക്കില്ല കേട്ടോ, ഓപ്പറേഷനൊന്നും വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ICUലേക്ക് മാറ്റി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഇത്രമാത്രം, എൻ്റെ മോള് വചനം പറയുന്ന ജെറുസലേം മാതാവിനോട്
പ്രാർത്ഥിക്കുന്ന ഒരു മോളാ. അവളുടെ അപ്പച്ചനെ നീ തിരിച്ചു കൊടുക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ ICUവിന്റെ മുമ്പിലിരുന്ന്. പ്രാർത്ഥിച്ചതിന് ഫലമായി പിറ്റേ ദിവസം ന്യൂറോ സർജൻ വന്നു. 3 പേരിങ്ങനെ കിടക്കുന്നുണ്ട്. 2 പേർക്ക് ഓപ്പറേഷൻ വേണം. ജോയ്സിന് എന്ന് പറഞ്ഞ മോന് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 7 വെള്ളിയാഴ്ച ഞാൻ ജോയ്സൻ ചേട്ടനെ കൊണ്ട് വന്നിരുന്നു. 3-ാമത്തെ വെള്ളിയാഴ്ച ഞാൻ ചോദിച്ചു എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ചോദിച്ചു. എനിക്കൊരു മാറ്റമൊന്നുമില്ല എന്ന് വളരെ സീരിയസ് ആയിട്ട് ആൾ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. 5-ാമത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ എന്നോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, എനിക്ക് നല്ല സുഖമുണ്ട്, തരിപ്പ് പോലെ ഇല്ല, എനിക്ക് തൊടുമ്പോ അറിയണമൊക്കെ ഉണ്ട്. ഈ സൈഡ് ആൾക്ക് തരിപ്പായിരുന്നു, തൊട്ടറിയണമൊന്നും ഉണ്ടായിരുന്നില്ല. 5-ാമത്തെ വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു നല്ല മാറ്റമുണ്ട്, എനിക്ക് തരിപ്പൊക്കെ കുറഞ്ഞു, തൊട്ടറിയണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ കുടുംബ പ്രാർത്ഥന ബുക്കുണ്ട്. അതിൽ നമ്മുടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട്, രക്തം കട്ട പിടിക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട്, ഹൃദ്രോഗി അങ്ങനെ വേണ്ടി കുറേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. അത് ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിച്ചിരുന്നു. ജെറുസലേം നാഥന്റെയും ജെറുസലേം ബൈബിൾ ഗ്രാമത്തിൽ പഠിച്ച മാതാപിതാക്കളുടെ പ്രാർത്ഥനയും എല്ലാ പ്രേക്ഷിതരുടെയും പ്രാർത്ഥന നൽകിയതിനെ ഓർത്ത് ജെറുസലേം നാഥനോട് നാഥയോട് 1000 നന്ദി പറഞ്ഞു. പ്രേക്ഷിതരുടെയും ബൈബിൾ ഗ്രാമിലെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഫലമായിട്ട് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത ജോൺസന്റെ അസുഖം പൂർണ്ണമായിട്ടും കർത്താവ് എടുത്തു മാറ്റിയ അത്ഭുത സാക്ഷ്യമാണ് കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു സിന്ധു കുണ്ടുകുളം. എൻ്റെ പേര് സിന്ധു. ഞാൻ കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. 2007 എനിക്ക് ക്യാൻസർ എന്ന രോഗം വരികയും RCCയിൽ ട്രീറ്റ്മെൻറ്റിനായി പോയി. ആ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് ഭേദമായി ഞാൻ ചെക്കപ്പിനായി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2014 വല്ലാത്തൊരു ശരീരവേദനയും നെഞ്ചുവേദനയും തുടർന്ന് ഞാൻ വീണ്ടും RCCയിൽ കടന്നു ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നെഞ്ചിലെ എല്ലിനും ലെൻസിലും രോഗം രണ്ടാമതും വന്നിരിക്കുകയാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇനി അവിടുന്ന് പറ്റിയില്ല, അവിടുന്ന് കൊണ്ടുപോയിക്കൊള്ളുമ്പോൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അമ്മത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടറും വലിയ പ്രതീക്ഷയൊന്നും തന്നില്ല. തിരിച്ചു പോകും വഴി ഞങ്ങൾ മാതാവിൻ്റെ അവിടെ വരികയും അവിടെ പ്രാർത്ഥിക്കുകയും ഇവിടെ പ്രാർത്ഥനാ സഹായം എഴുതിടുകയും ചെയ്തു. ഇവിടുന്ന് അവിടെ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ 2 കീമോ കഴിഞ്ഞ് നോക്കട്ടെ, അതിനുശേഷം ഇനി തുടർന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 2 കീമോ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ലെൻസിലെ രോഗം പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് ഡോക്ടർ. പ്രിയപ്പെട്ടവരെ, ലങ്സിൽ ക്യാൻസർ വന്നിട്ട് ഈ ധ്യാന മന്ദിരത്തിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച ഒരേ ഒരു സ്ത്രീ രത്നമാണ് ഇപ്പോൾ നമ്മുടെ സാക്ഷ്യം നൽകിയത്. ലങ്സിലും അതിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ രോഗാണുക്കൾ പടർന്നു കയറിയപ്പോൾ രക്ഷയ്ക്കായി കടന്നു വന്നത് ജെറുസലേം വചന കൂടാരത്തിൽ മരിയ മണ്ഡപത്തിരിക്കുന്ന വിശുദ്ധ അഗാത്ത പുണ്യവതിയുടെ പ്രത്യേകമായ മാധ്യസ്ഥയാണ്. ഈ കൂടാരത്തിൽ ഏറ്റവും കൂടുതൽ രോഗസൗഖ്യം കിട്ടിയിരിക്കുന്ന ക്യാൻസർ രോഗികൾക്കാണ്. അതിന് പ്രത്യേകമായ വിധത്തിൽ വിശുദ്ധ അഗാത്ത പുണ്യവതിയോട് ഞാൻ നന്ദി പറയാണ്. കുട്ടികൾ കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. സാക്ഷ്യം നൽകുന്നു ആനി ഏനമാവ്. ആനി. എൻ്റെ പേര് ആനി, എൻ്റെ നാട് ഏനമാവ്. എനിക്ക് പാമ്പിൻ്റെ വിഷയത്തെ സാക്ഷിയോട് പറയാറുള്ളത്. ഞാൻ ചന്ദ്രാപനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ പറമ്പിൽ നടക്കുന്ന സമയത്ത് ഒരു സാധനം കാലിന് പുറഞ്ഞിടയിൽ ഇങ്ങനെ 2 വര പോലെ വീണു. അവിടെ ചോട് പൊടിഞ്ഞു. ഞാനത് ഓടി വന്ന് പൈപ്പിൻ്റെ അടി വന്ന് കാല് കഴുകി നമ്മുടെ ജെറുസലേം നാഥൻ്റെ വെളിച്ചെണ്ണ എടുത്ത് പുരട്ടി. അതിനുശേഷം ഞാൻ എന്നും വെളിച്ചെണ്ണ പുരട്ടാറുണ്ടായിരുന്നു. അതിന് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലും നീരും വരാൻ തോന്നി. അപ്പം ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു ഡോക്ടറെ കാണാൻ പറഞ്ഞു. അവന് ഡോക്ടറൊന്നും കാണണ്ട, എനിക്ക് എൻ്റെ CDC എൻ്റെ സത്യമായ ഡോക്ടറുണ്ട്, പിന്നെ എന്തിനാ ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് പോകണേന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഒന്നും പോയില്ല. പിന്നെ ജനുവരിയിൽ ഞാൻ ജനുവരി 24-ാം തീയതി എൻ്റെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലുള്ളവർ നിർബന്ധിച്ച് ഒരു വൈദ്യനെ കാണാൻ പോയി. ആ വൈദ്യൻ പറഞ്ഞു ഈ മകൾ ഒരു പുതിയ സൃഷ്ടിയാണ്, ഈ മകൾ മരിച്ച്
ശവക്കൂടിയിരുത്തൽ പുല്ല് മുളയ്ക്കേണ്ട സമയം കഴിഞ്ഞു. പുല്ലാനിമൂർഖൻ്റെ വിഷമേറ്റ മകളാണ്. ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഇനി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്ക്, അതിൽ വല്ല വിഷാംശം ഉണ്ടോ എന്ന് നോക്കാൻ വേണം. അങ്ങനെ ഞാൻ വീട്ടിലൊരു നിർബന്ധം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ബ്ലഡിൽ ഒരു തരി വിഷത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴും എന്നോട് പറഞ്ഞു കഷായം ഇതൊക്കെ തന്നു. അപ്പോഴും ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാനും ഇവിടെ ജെറുസലേനാഥരെ നിലവെക്കൽ വെളിച്ചെണ്ണ കഴിക്കും, അത് ശരീരത്തിൽ പുരട്ടും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ പൂർണ്ണ സൗഖ്യം, ഒരു ഇതില്ല. എന്റെ വിഷം ശരീരത്തിൽ കയറിയ ആനി ചേച്ചി പൂർണ്ണമായിട്ടും സൗഖ്യം നൽകിയ സാക്ഷ്യമാണ് കേട്ടത്. നീ പാമ്പുകളുടെയും തേളുടെ മേൽ ചവിട്ടി നടന്നാലും ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന കർത്താവിൽ അടിയുറച്ച വിശ്വാസമാണ് ഈ അത്ഭുതകരമായ സൗഖ്യത്തിന് കർത്താവ് ഇടവരുത്തിയത്. കാരണം ഉയർത്തിയടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. സാക്ഷ്യം നൽകുന്നു ലിസി ഇരിഞ്ഞാലക്കുട. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ്, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൽ നിന്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. എൻ്റെ പേര് ലിസി, വീട് ഇരിഞ്ഞാലക്കുട. എനിക്ക് 4 മക്കളാണുള്ളത്. അവിടെ എല്ലാവരെയും ഞാൻ ഇവിടുത്തെ പരീക്ഷ വിജയപ്രാർത്ഥനകളിലും വിദ്യാരംഭ ശുശ്രൂഷകളിലും പങ്കെടുക്കാറുണ്ട്. അവരെല്ലാവരും A+ വാങ്ങിയിട്ടാണ് പാസ്സായിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ 3ാമത്തെ മകന് വേണ്ടിയാണ്. അവൻ്റെ പേര് ടെന്നിസൺ. അവന് +2 കഴിഞ്ഞപ്പോൾ പൈലറ്റ് ട്രെയിനിങ്ങിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതും നമ്മുടെ നാട്ടിൽ വേണ്ട, വിദേശത്തേക്ക് പോകണമെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു വീട്ടിൽ. പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അവനെ വിട്ടില്ല. അങ്ങനെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ BTechന് വിട്ടു. അങ്ങനെ 1 വർഷം അവിടുത്തെ പഠനവും പരീക്ഷയും കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പോകാണ്ട് പറ്റില്ല, ഞാൻ ഈ BTech ഒന്നും പോയിട്ട് കാര്യമില്ല, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് കിടപ്പായിരുന്നു. ഞങ്ങൾ പിന്നെ അടുത്ത വർഷം BScക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പണ്ടത്തെ ചൊല്ലെന്നെ പറച്ചിലായി. അങ്ങനെ ഞങ്ങളിവിടെ ഞാൻ 18 വർഷം മുൻപ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ അൾത്താരയിൽ നിന്ന്. അതിൽ പിന്നെ പറ്റുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് വചനം കേൾക്കാറുണ്ട്. മക്കളെല്ലാം സാധിക്കുന്ന ദിവസങ്ങൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ മകനെ കൊണ്ടുവന്ന് ഇവിടെ ജെറുസലേനാഥനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവനൊരു തീരുമാനമെടുത്തു, ജെറുസലേം നാഥയ്ക്ക് 500 ജപമാല ചൊല്ലി ഞാൻ കാഴ്ചവെക്കും. അത് കഴിയുമ്പോൾ എനിക്ക് പൈലറ്റിന് പോകാനുള്ള കാര്യങ്ങൾ ശരിയാവണമെന്നും പറഞ്ഞിട്ടാണ് അവൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ അവൻ വീട്ടിൽ വന്നിരുന്ന് രാത്രിയൊക്കെ എപ്പോഴും അവൻ്റെ റൂമിൽ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ വന്ന് നോക്കാറുണ്ട്. പക്ഷെ അപ്പോൾ അവൻ കട്ടിലുമ്മ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുന്നതാണ് കാണുന്നത്. അങ്ങനെ 500 ജപമാല കഴിഞ്ഞപ്പോൾ അവനെ പപ്പ പോവാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ശരിയാക്കിക്കോളാൻ പറഞ്ഞു. അവൻ തന്നെയാണ് എല്ലാം നെറ്റിൽ നോക്കി ശരിയാക്കി. അങ്ങനെ അമേരിക്കയിൽ ഫ്ലോറിഡയിൽ മിയാമി എന്ന സ്ഥലത്താണ് അവന് അഡ്മിഷൻ കിട്ടിയത്. അവിടെ പോയി പഠനം പൂർത്തിയാക്കി ഉന്നത വിജയം ലഭിച്ചു. അവരവിടെ തന്നെ അവന് ഇൻസ്ട്രക്ടറായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ജോലി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, നിനക്ക് പ്ലെയിൻ കൊണ്ട് നടക്കുമ്പോൾ പേടിയൊന്നുമില്ലെന്ന്. അപ്പോൾ അവൻ പറയും, എൻ്റെ തൊട്ട് ഒരാൾ എനിക്ക് ഇരിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ അമ്മ പറഞ്ഞു, നീ അത് ജെറുസലേം നാഥനാണെന്ന് അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവനെ പിടുത്തം കിട്ടിയത്. ഇപ്പം അവൻ കഴിഞ്ഞ വർഷം പഠനം കഴിഞ്ഞ് വന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇപ്പം എന്നോട് ഇവിടെ അവൻ അമേരിക്കയിൽ തന്നെയാണ്. പ്രത്യേകമായ വിധത്തിൽ പൈലറ്റിനുള്ള ട്രെയിനിങ്ങിലുള്ള സെലക്ഷൻ കിട്ടി, ഉന്നതമായ വിജയത്തോടെ പാസ്സായി. ഇനി പൈലറ്റായി പ്ലെയിൻ മുളപ്പിക്കുന്ന ഒരു മകനെ ഇതാ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. കൈകൾ അടിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. 500 ജപമാലയ്ക്ക് മാതാവ് നൽകിയ സ്നേഹ സമ്മാനമാണ് ഈ വിജയമെന്നാണ് അമ്മ ഇവിടെ സാക്ഷ്യം നൽകിയത്. സംസാര ശക്തി കുറഞ്ഞ മകൻ, സംസാരിക്കാൻ പറ്റാത്ത ഗൗതമനാണ് നിൽക്കുന്നത്. എന്റെ പേര് ഗൗതം. ഗൗതമിന് സംസാരിക്കാൻ പറ്റാത്ത ആളാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ അവിടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛനൊരു വാചകം പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഗൗതമൻ എങ്ങനെ പറയുന്നു കേൾക്കാം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. ഗൗതമൻ പറയാൻ പോവാണ് കേട്ടോ. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. കൈയടിച്ച കർത്താവ് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലുത
ഇന്റൻസീവ് കെയറിന് എഴുന്നേറ്റ് വന്ന ആളല്ലേ? പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുന്ന എല്ലാവരും അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യം പ്രാപിച്ചവരാണ്. നമ്മൾ ഇപ്പോൾ കേട്ടിരുന്ന 8 പേര് ദേവസി വടക്കുംചേരി ഹാർട്ട് അറ്റാക്ക് താമസമുള്ള ധ്യാനത്തിലൂടെ അത്ഭുതകരമായി സൗഖ്യം കിട്ടിയതാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് കൈ ഉയർത്തി കാണിച്ച് കയ്യിലടിച്ച കഥാണ് നന്ദി പറയുന്നു. ഷിജി കോട്ടപ്പടി ഭർത്താവിന് സിംഗപ്പൂരിൽ ഷിക്പിയിൽ വെച്ച് ഒരു മലേറിയ രോഗം വന്ന് മരണവുമായി മല്ലടിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഫലമായി അത്ഭുതകരം സൗഖ്യം കിട്ടിയ ഷിജി കോട്ടപ്പടി. ഒന്ന് കരങ്ങൾ ഉയർത്തി കാണിച്ച് കരങ്ങൾ ഉയർത്തി അടിച്ച് കഥാണ് നന്ദി പറയാം. സെബി തിരൂർ വയറ്റിൽ ട്യൂമർ ആയിരുന്നു. ചാവറയച്ചനോടുള്ള പ്രത്യേകമായിരിക്കുന്ന നവയന പ്രാർത്ഥന പങ്കെടുത്തു. ചാവറ സ്മൃതി മണ്ഡപത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ട്യൂമർ രോഗം അത്ഭുതകരമായി ചാവറയച്ചൻ എടുത്തു മാറ്റി. കയ്യിലടിച്ച് കരങ്ങൾ ഉയർത്തി അടിച്ച് നന്ദി പറയുന്നു. ഗൗതമന്റെ ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടതാണ്. ഡെൽവിൻ പുതുക്കാട് വിദേശത്ത് പോകാൻ മെഡിക്കൽ ചെക്കപ്പിൽ ചെന്ന് കഴിഞ്ഞ് വന്നത് ആസ്വദിച്ച മിഠായി കഴിച്ച് അവിടെ ചെന്നു. ഒരു കാരണവശാലും വിസ കിട്ടില്ല എന്ന് വിധി എഴുതിയ ഡെൽവിൻ പുതുക്കാടിന് ഇവിടുന്ന് ആസ്വദിച്ചു കൊടുത്ത മിഠായിയുടെ ഫലത്താലും വിശ്വാസത്തിന്റെ ഫലത്താലും പൂർണ്ണമായിരിക്കുന്ന സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി പറയാം. ലില്ലി വെള്ളിക്കുളങ്ങര ഭവന നിർമ്മാണ തടസ്സവുമായിട്ട് അവിടെ കടന്നു വന്നത് വിശുദ്ധനായ ചാവറ പിതാവിന്റെയും വിശുദ്ധനായിരിക്കുന്ന യൂദാ ദിവസത്തിന്റെ പ്രത്യേകമായ മധ്യസ്ഥയാൽ ഭവന നിർമ്മാണ തടസ്സം മാറി അത്ഭുതകരമായ ഭവന ഗൃഹപ്രവേശം നടക്കാൻ കർത്താവ് കൃപ നൽകി. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. സ്റ്റീയ മരിയ അരിപ്പാലം ബ്ലഡ് സ്കോട്ടായിട്ട് പ്രത്യേകം സെപ്റ്റംബർ 8 തീയതി മാതാവിന് കിരീടം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് കുടുംബാംഗങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ബ്ലഡ് കോട്ട് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. കരങ്ങൾ അടിച്ച് കർത്താവിനോട് നന്ദി പറയാം. നമുക്ക് വിനിത പാലക്കൽ MSW കഴിഞ്ഞ് ജോലിയില്ലാതെ നിൽക്കുമ്പോൾ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ സ്ഥിരമായി വന്ന് പങ്കെടുക്കാൻ തുടങ്ങി. അത്ഭുതകരമായ വിധത്തിൽ ഭിന്നതയ്ക്ക് നല്ലൊരു ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയാം. ജോത്സന 2.5 വയസ്സ് മുതൽ ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞ ആരത്? ജോത്സന ഇങ്ങോട്ട് വന്ന്. ഇതാണ് ജോത്സന. കുഞ്ഞുങ്ങളെ പ്രത്യേകമായ വിധത്തിൽ കർത്താവ് അച്ഛൻ ചോദിച്ചു നോക്കട്ടെ, കേൾക്കുണ്ടോന്ന് അറിയട്ടെ. പേരെന്തെന്ന? ജോത്സനയ്ക്ക് എന്തായിരുന്നു അസുഖം? അസുഖം ചെവി കേൾക്കില്ല. ചെവി കേൾക്കില്ല. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യേശുവേ എന്ന് പറഞ്ഞേ. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ചെവി കേൾക്കാത്ത ജോത്സനയാണ് ഇപ്പോൾ ചെവി തുറന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരമായ കരമാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. റെലീന പള്ളിക്കുന്ന് കഴുത്തിൽ മുഴ കണ്ടുവെങ്കിലും ബയോപ്സി ടെസ്റ്റ് എടുത്തു. വളരെ പേടിച്ചാണ് കടന്നു വന്നത്. കഴുത്തിൽ എവിടെയാ നിൽക്കുന്നത്? പിന്നെ ഒന്നും കൂടെ കടന്നു വന്നേ. കഴുത്തിൽ മുഴ, ഇപ്പൊ മുഴ കാണാനില്ല. പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന റെലീനയാണ് ഇവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയും. നമുക്ക് ആനി ആൻഡോ. ആരാണ് ആനി ആൻഡോ? കണ്ടുവന്നു. യൂട്രസിലെ മുഴയുമായിട്ട് അവിടെ കടന്നു വന്നത്. പേടിച്ചു വരേണ്ട ആനിയുടെ മുഖം ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ക്യാൻസർ ആണെന്ന് പേടിച്ചാ വന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ വയറ്റിൽ മുഴയുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, യൂട്രസിൽ മുഴയുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കർത്താവോട് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. ഇവിടെ നിൽക്കുന്ന അത്ഭുതകരമായി സൗഖ്യം കിട്ടിയാൽ എല്ലാവരും ചേർന്ന് അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. യൂട്രസിൽ മുഴയുമായി വന്ന് ക്യാൻസർ ആണെന്ന് പേടിച്ചു വന്നിരിക്കുന്ന ആനി ആന്റയെ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ കരങ്ങൾ നീട്ടി തൊട്ടു. പൂർണ്ണമായി സൗഖ്യം കിട്ടിയ ആനി ആന്റി അവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കാൻ പോവാണ്. ഇവിടെ സ്തുതിച്ച് എല്ലാവരും കൂടെ അടുത്ത് നിന്ന് മൈക്കോട് അടുത്ത് നിൽക്കുക, മൈക്കോട് ചേർന്ന് നിൽക്കുക. എല്ലാവരും സ്ഥലത്ത് പോയി നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ഈ രോഗസൗഖ്യം കിട്ടിയ ഈ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ആക്സിഡന്റ് പറ്റി കിടക്കുന്നവര്, പല വിധത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവര്, ബ്രെയിന് അസുഖമുള്ളവര്, നാവിന് കെട്ടുള്ളവര്, സംസാര ശക്തിയില്ലാത്തവര്, ബ്ലഡ് ക്ലോട്ടായവര്, ലങ്ങിൽ ക്യാൻസർ ഉള്ളവര്, പാമ്പ് കടിയേറ്റവര്, കരങ്ങൾ ഉയർത്തുക. എല്ലാവരും കരങ്ങൾ ഉയർത്തുക. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ലോകത്ത് എവിടെയൊക്കെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിജേഷൻ കടന്നു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച മക്കളുടെ സ്വരങ്ങൾ ഇവിടെ കേൾക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക തന്നെ സ്തുതിക്കട്ടെ. സ്വരം ഉയർത്തിക തന്നെ സ്തുതിക്കട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശക്തിയോടെ തന്നെ വിളിക്കുക. കരമുയർത്തി വിളിക്കട്ടെ. യേശുവേ, 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 സൗഖ്യം നടക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുടികൾ കാണട്ടെ. ചെകിട കേൾക്കട്ടെ. അംഗവൈകൾ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അതിശയങ്ങൾ തീർന്നിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൈകളടിച്ച അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല.